ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും പുട്ട് കഴിക്കുന്നവരല്ലേ. അപ്പോൾ പുട്ട് കഴിക്കാൻ മടിയുള്ള കുറച്ച് പേരുണ്ടാവും. അവർക്കാണ് നമ്മൾ ഈ ഒരു ഐറ്റം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മസാല പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അതൊരു വ്യത്യസ്തമായ രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ ഒരു 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പുട്ടുപൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. 5 മുട്ട നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയെടുക്കാത്ത മുട്ട 2 എണ്ണം അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 6-7 സവോള വേണം, 2 തക്കാളി, മല്ലിയില വേണം, കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തത്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പുട്ട് റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പുട്ടുപൊടിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് നനച്ച് വെക്കാം. അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പുട്ടുപൊടി നല്ലപോലെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരൽപ്പം കടുക്, ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, അതിനോടൊപ്പം തന്നെ കറിവേപ്പില, നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കട്ട് ചെയ്തെടുത്ത നമ്മുടെ സവോള, ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പെട്ടെന്നൊന്ന് വഴണ്ട് വരും ഉള്ളി. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മുടെ ഈ ഒരു തക്കാളി, മല്ലിയിലയും കൂടെ ചേർക്കാം. ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് നല്ല പോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കും. ഇനി ഞാനിതിലേക്ക് ഒരു പാക്കറ്റ് 10 രൂപയുടെ ചിക്കൻ മസാല, ഇതിലേക്ക് കുരുമുളക് പൊടി പോലെ ഒന്ന് വഴറ്റി വെക്കും. നമ്മുടെ ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം നമ്മുടെ മസാല ഒന്ന് പിടിച്ച് വെക്കും. ഇനി ഇതിലേക്ക് ഞാൻ പെരുംജീരകം ഉണ്ടെങ്കിൽ പെരുംജീരകം ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരല്പം ഗരം മസാല ചേർക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ചിക്കൻ കറിയുടെ, ബീഫ് കറിയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു മസാലയിൽ നിന്ന് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയിലേക്കുള്ള മസാല നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇത്ര പോലെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിതാ ഈ സെൻറ്ററിലേക്ക് ഒരല്പം എണ്ണ നമ്മൾ 2 മുട്ട പൊട്ടിച്ചങ്ങ് ഒഴിക്കുക. ഇതിങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ വേണമെന്നില്ല. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ ഒരു മുട്ടയിലേക്കുള്ള
ഒരല്പം ഉപ്പും കൂടെ ചേർക്കും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തങ്ങ് എടുക്കും. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇതാ നമ്മൾ മുട്ട ചിക്കിയെടുത്ത നമ്മുടെ നമ്മുടെ നനച്ചെടുത്ത പുട്ടുപൊടി ചേർക്കും. കൈ വെച്ച് തന്നെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നമ്മൾ പുട്ടുപൊടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മാറ്റിയെടുത്ത മസാലയിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട കൈ വെച്ച് തന്നെ ഒന്ന് ചെറുതായി ഒന്ന് പൊടിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് നിറച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത പുട്ടുകൂടെ റെഡിയായി. അപ്പോൾ ഇതാ നമ്മുടെ മസാലപ്പുട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുത്ത പുട്ടൊക്കെ കഴിച്ചിട്ടാണ് പിള്ളേർ ക്ലാസ്സിനൊക്കെ പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ലായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ പുട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുട്ട് കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കും കേട്ടോ. അതേപോലെ അവരുടെ സ്നാക്സ് ബോക്സിലോ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു മസാലപ്പുട്ട്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.